നിറവിലേക്ക് സ്വാഗതം. ജീവിത ക്ലേശങ്ങളെ സന്തോഷപൂർവ്വം സഹിക്കുക, സ്വർഗത്തിലേക്കുള്ള കോണിപ്പടിയായി അവയെ മാറ്റുക. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ നിറവാരംഭിക്കാം. അലീന ജോസഫ് ആലപിക്കുന്ന മനോഹരമായ ഗാനം ആസ്വദിക്കാം. റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ
ലെബനോനിൽ വിരിയും ലില്ലിപ്പൂവേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ഗാഗുൽത്തായുടെ നൊമ്പരമേ ആബാ പിതാവേ ആബാ പിതാവേ ആബാ പിതാവേ പിതാവേ. തോട്ട്സ് ഫോർ ലൈഫിൽ ഇന്ന് നമ്മോട് സംസാരിക്കാൻ എത്തുന്നത് ഷിജി ടീച്ചറാണ്. ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ശ്രവിക്കാം. ചിലപ്പോൾ നമ്മുടെ ഉറ്റ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്ന് നമ്മൾ അഭിമാനിക്കുന്നവർ, അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. വാസ്തവത്തിൽ അവർക്ക് നമുക്ക് വേദന ഉണ്ടായതുപോലെ തന്നെ ഒരു വേദന ഉണ്ടാകണമേ എന്ന് വരെ നാം ചിന്തിച്ചു പോകും. ദൈവം അവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ എന്ന് നമ്മുടെ ബലഹീന പ്രകൃതി ചിലപ്പോൾ ആഗ്രഹിച്ചു പോകുന്നതിലും തെറ്റൊന്നുമില്ല. ജന്മാന്തര ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നാം തുടങ്ങി വയ്ക്കുന്ന പല ബന്ധങ്ങൾ പോലും പെട്ടെന്ന് തന്നെ അസ്വാരസ്യങ്ങൾ കടന്നുകൂടി ഇല്ലാതാകുന്നതും സാധാരണമാണ്. പലപ്പോഴും ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളായി വരും എന്ന് സാരം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു ഇംഗ്ലീഷ് കഥ, ചെറുകഥ ഇങ്ങനെയാണ്. ഒരിടത്ത് അന്തർമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഒത്തിരിയൊന്നും പുറമെ ബഹളം കാണിക്കാറില്ല, പ്രകടിപ്പിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ കഠിന അധ്വാനിയാണ്. അറിയപ്പെടുന്ന ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ടിങ്ങിലാണ് അയാൾ ജോലി ചെയ്യുന്നത്. ഒത്തിരിയേറെ അധ്വാനിക്കും എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതിലും സമയമെടുത്ത് ജോലി ചെയ്യും. അവധി ദിവസങ്ങൾ വരെ അദ്ദേഹം ജോലിക്കായി ചെലവഴിക്കും. ഒരു അക്കൗണ്ട് പോലും പെൻഡിങ് ആയി വരാൻ അനുവദിക്കുമായിരുന്നില്ല. പക്ഷെ കുറേ നാൾ ചെന്നപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നൽ, തൻ്റെ കഠിനാധ്വാനം മേലധികാരികളൊന്നും മനസ്സിലാക്കുന്നത് പോലും ഇല്ലല്ലോ, തനിക്ക് അർഹമായ ഒരു ശമ്പള വർധനയോ ഒരു ഉദ്യോഗ കയറ്റമോ ഒന്നും ലഭിക്കുന്നില്ലല്ലോ. മനസ്സിൽ ഈ നിരാശ തോന്നി തുടങ്ങിയെങ്കിലും പുറത്ത് അത് പ്രകടിപ്പിക്കാനോ മേലധികാരിയെ നേരിട്ട് കണ്ട് ചോദിക്കാനോ ഉള്ള ധൈര്യമൊന്നും നമ്മുടെ ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലുമായിരുന്നു. ഭർത്താവിൻ്റെ ഈ മാനസിക സംഘർഷം അദ്ദേഹത്തിൻ്റെ ചെറുപ്പക്കാരിയായ ഭാര്യയെ മനസ്സിലാക്കുന്നുണ്ട്. അവൾ കഴിയുന്നത്ര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ അയാൾക്ക് താൻ കഴിവ് കെട്ടവനാണെന്നോ അല്ലെങ്കിൽ തനിക്ക് ആത്മവിശ്വാസം ഇല്ലാത്തതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നല്ലോ എന്ന ചിന്തയും കൂടി വരികയാണ്. അപ്പോൾ ആകെ കൂടെ പ്രശ്നമാകും. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ തൻ്റെ ഭാര്യയോട് പറയുകയാണ്, ഇന്ന് ഞാൻ എന്തായാലും എൻ്റെ ബോസിനോട് ശമ്പള വർധന ആവശ്യപ്പെടും. ഭാര്യ സമ്മതിച്ചു, ധൈര്യം കൊടുത്തു, ചെയ്തുകൊള്ളൂ. അങ്ങനെ അയാൾ അന്ന് പതിവിലും നേരത്തെ ഓഫീസിലെത്തി ജോലികളൊക്കെ തീർത്തു. 10 മണിയായപ്പോൾ ബോസ് വന്ന് ക്യാബിനിലേക്ക് കയറുന്നത് കണ്ടു. അപ്പോൾ തന്നെ നമ്മുടെ ഈ ചെറുപ്പക്കാരനെ വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. എങ്ങനെയാണ് ചോദിക്കുക, എങ്ങനെയാണ് ഈ കാര്യം അവതരിപ്പിക്കുക? ഒരുപക്ഷെ ബോസ് കോപിച്ച് തന്നോട് ഇനി മുതൽ ജോലിക്ക് വരണ്ട എന്ന് പറയുമോ? ആകെ കൂടെ മാനസിക സംഘർഷം. അത് സഹിച്ച് അയാൾ ഏതാണ്ട് ഉച്ചവരെ ഇരുന്നു. ഉച്ചയ്ക്ക് ശേഷം ബോസ് വിശ്രമിക്കുന്ന സമയത്ത് ആ ക്യാബിനിലേക്ക് കടന്നു ചെന്ന് ധൈര്യം സംഭരിച്ചു പറയുകയാണ്, സർ, എനിക്ക് അല്പം കൂടെ ശമ്പളം കൂട്ടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ബോസ് ഒരു നിമിഷം നിശബ്ദനായി. ചെറുപ്പക്കാരൻ പതുക്കെ ഒന്ന് പാളി നോക്കുകയാണ് ബോസിൻ്റെ മുഖത്തേക്ക്. തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിടുമോ, ജോലിയിൽ നിന്നും പിരിച്ചു വിടുമോ, എന്തായിരിക്കും പ്രതികരണം? പക്ഷേ ഈ ചെറുപ്പക്കാരനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബോസ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു ഉദ്യോഗ കയറ്റം ഞാൻ കുറേ നാളായി ചിന്തിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ ഞാനത് തരേണ്ടതായിരുന്നു. സോറി കേട്ടോ. നിങ്ങൾക്ക് അടുത്ത 1-ാം തീയതി മുതൽ ശമ്പള വർധനയുണ്ടായിരിക്കും. അത് തന്നെയല്ല, ഉദ്യോഗ കയറ്റവും ഉണ്ടായിരിക്കും. എൻ്റെ ഓഫീസിൻ്റെ അല്ലെ എൻ്റെ കമ്പനികളുടെ മുഴുവൻ അക്കൗണ്ടിങ്ങിൻ്റെ ചീഫായി നിങ്ങളെ ഞാൻ നിയമിക്കുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവൻ
പറന്ന് ചെല്ലുന്നത് പോലെയാണ് അന്ന് വൈകിട്ട് വീട്ടിലെത്തിയത്. കാരണം ഭാര്യയോട് കാണുമ്പോൾ തന്നെ ഇത് അവതരിപ്പിക്കണം, ഇത് പറയണം. തനിക്ക് ആത്മവിശ്വാസമുണ്ട്, തൻ്റെ കഠിനാധ്വാനത്തിന് ബോസ് പ്രതിഫലം തന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞിരിക്കുന്നു, താൻ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതായിരുന്നു അവളോട് പറയേണ്ടിയിരുന്നത്. ചെന്നപാടെ ഭാര്യയെ അന്വേഷിച്ചു കണ്ടില്ല. ഉടനെ തന്നെ അയാൾ ചെന്ന് കുളിച്ച് ഫ്രഷായി വന്ന് അടുക്കളയിലേക്ക് നോക്കുമ്പോൾ അടുക്കളയുടെ ഒരു ഭാഗമാണ് ഇവർ ഭക്ഷണത്തിനായി ഭക്ഷണമേശ ക്രമീകരിക്കുന്നത്. ആ മേശയിലേക്ക് നോക്കുമ്പോൾ അയാൾ ഞെട്ടിപ്പോയി. കാരണം ആ മേശ നിറയെ ഭക്ഷണ സാധനങ്ങൾ, അതായത് ഈ ചെറുപ്പക്കാരൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെച്ച് ഒരു നല്ല ട്രീറ്റ് അവൾ ഒരുക്കിയിരിക്കുകയാണ്. അതിനിടയിൽ നല്ല വർണ്ണശബളമായ മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. നല്ല റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെയുണ്ട്. അതിൻ്റെ നടുക്കായി ഒരു കാർഡ് അവൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കാർഡിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്: കൺഗ്രാറ്റുലേഷൻസ് ഡിയർ, യു ഡിസേർവ് ഇറ്റ്, ഐ ലവ് യു. അയാൾക്ക് പെട്ടെന്ന് തോന്നിയത്, താൻ ഇവിടെ എത്തുന്നതിന് മുൻപ് തൻ്റെ ഓഫീസിൽ നിന്ന് ആരോ വിവരം വിളിച്ച് അവളോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവൾക്ക് ഇത്രയും ഭംഗിയായി എന്നെ സ്വീകരിക്കാൻ സാധിക്കില്ലല്ലോ. എന്തായാലും ഭാര്യയെ കണ്ട മാത്രയിൽ അയാൾ ആലിംഗനം ചെയ്തു. രണ്ടുപേരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ തന്നെ അയാൾ താൻ അനുഭവിച്ച മാനസിക സംഘർഷത്തെക്കുറിച്ചും അവസാനം ധൈര്യം സംഭരിച്ച് ബോസിനോട് ചോദിച്ചതിനെക്കുറിച്ചും ബോസ് അയാൾക്ക് ഉദ്യോഗ കയറ്റം നൽകിയതിനെക്കുറിച്ചും ഒക്കെ വാതോരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കാനും കഴുകാനും ഒക്കെ ആയിട്ട് ഭാര്യയെ സഹായിക്കുകയാണ് അയാൾ. അതിനിടയ്ക്ക് തൻ്റെ മുൻപേ പാത്രങ്ങളുമായി കടന്നുപോയ ഭാര്യയുടെ ഏപ്രിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കാർഡ് താഴെ വീണത് അയാൾ ശ്രദ്ധിക്കുന്നു. അയാൾ അത് കുനിഞ്ഞെടുത്ത് നോക്കി. ആ കാർഡിൽ എഴുതിയിരുന്നത്: ഡിയർ, യു ആർ വണ്ടർഫുൾ. ഈവൻ ദോ യു ഡോണ്ട് ഗെറ്റ് ദ റേസ് ഓർ പ്രൊമോഷൻ, യു ആർ ജസ്റ്റ് വണ്ടർഫുൾ, ഐ ലവ് യു. അതായത് 2 തരത്തിലുള്ള കാർഡും അവൾ തയ്യാറാക്കി വെച്ചിരുന്നു. തൻ്റെ ഭർത്താവിന് ഉദ്യോഗക്കയറ്റം കിട്ടിയാലും ഇല്ലെങ്കിലും അന്ന് അദ്ദേഹത്തിന് നല്ല ഒരു ട്രീറ്റ് നൽകണം, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ ഒരുക്കി അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷകരമായ ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കണമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു. ആ കാർഡ് വായിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. അതായത് ഇവിടെ ഉപാധികളില്ലാത്ത സ്നേഹമാണ്, ഒരു ഉപാധിയുമില്ല. തൻ്റെ ഭർത്താവിന് ശമ്പളം കൂടുതൽ കിട്ടിയാൽ മാത്രമേ, അല്ലെങ്കിൽ ഉദ്യോഗക്കയറ്റം കിട്ടിയാൽ മാത്രമേ താൻ അദ്ദേഹത്തിന് ട്രീറ്റ് കൊടുക്കുകയുള്ളൂ, അദ്ദേഹത്തെ താൻ സ്നേഹിക്കുകയുള്ളൂ, അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുകയുള്ളൂ എന്ന് അവൾ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചിരുന്നില്ല. അദ്ദേഹം കുറേ നാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക സംഘർഷത്തെക്കുറിച്ച് അവൾക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ സന്തോഷിപ്പിക്കണം, കൂടുതൽ ആ മനസ്സിന് ശാന്തത കൊടുക്കണം എന്ന് അവൾ ഉറപ്പിച്ചിരുന്നു. ഇങ്ങനെ ഉപാധികളില്ലാതെ, യാതൊരു വിധത്തിലുള്ള നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നിടത്താണ് നമുക്ക് യഥാർത്ഥ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെതുമായ കുടുംബ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധിക്കുക. നമ്മളുമൊക്കെ ചിന്തിക്കാറില്ലേ, ഇതുപോലെ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ എന്നെ ഉപാധികളില്ലാതെ, യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാൻ ഏതറ്റം വരെ പോയേനെ, എത്ര വലിയ വിജയങ്ങൾ വേണമെങ്കിലും ചാടി പിടിച്ചേനെ എന്നൊക്കെ നമ്മളും ചിലപ്പോഴൊക്കെ വിചാരിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ നമുക്കും ഇതുപോലെ നമ്മുടെ ചുറ്റുമുള്ളവരെ ഉപാധികളില്ലാതെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? അതുകൂടി നാം ചിന്തിക്കണം. തീർച്ചയായിട്ടും മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയെ, ആ ജീവിത പങ്കാളിക്ക് ആരോഗ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, സൗന്ദര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ വലിയ പദവിയിലാണെങ്കിലും അല്ലെങ്കിലും, വൃദ്ധരായ മാതാപിതാക്കൾ, ഒരുപക്ഷെ അവർക്ക് ഒത്തിരി വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും, മക്കളാണെങ്കിൽ അവർ താൻ പ്രതീക്ഷിക്കുന്നത് പോലെ അത് ഒത്തിരിയൊന്നും സ്മാർട്ട് ആയില്ലെങ്കിലും അല്ലെങ്കിൽ ആണെങ്കിലും, അല്ലെങ്കിൽ ഒത്തിരി കുസൃതി കാണിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ നമുക്കവരെ ഉപാധികളില്ലാതെ നിബന്ധനകളില്ലാതെ സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം വിശുദ്ധമാകും. അവിടെ സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയുക തന്നെ ചെയ്യും. ചിലപ്പോഴൊക്കെ നമ്മൾ ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുന്നത് എത്ര എളുപ്പത്തിലാണ്. നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ, വാക്ക് തർക്കങ്ങളുടെ പേരിൽ, അതുമല്ലെങ്കിൽ ഞാനോ നീയോ വലുത് എന്ന ഈഗോയുടെ പേരിൽ ഒക്കെ ബന്ധങ്ങൾ പൊട്ടിച്ചെറിഞ്ഞ്,
അല്ലെങ്കിൽ കലഹങ്ങളിൽ ജയിച്ചതായി നാം ഭാവിക്കുമ്പോൾ ഓർക്കുക, നമ്മൾ വേദനിപ്പിച്ച ഹൃദയങ്ങളുണ്ട്, അവ ഉരുകുകയായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതം മൂടിക്കെട്ടിയ ആകാശം പോലെ, വിതുമ്പാനായി നിൽക്കുന്ന ആകാശം പോലെയായിരിക്കും. മറ്റു ചിലപ്പോൾ തെളിഞ്ഞ മാനം പോലെയുമായിരിക്കും. മൂടിക്കെട്ടി വിതുമ്പാനായി നിൽക്കുന്ന ആകാശത്തിൻ്റെ ആ ഉൾവേദന അറിയണമെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് പെയ്തൊഴിയുമ്പോഴുള്ള ആശ്വാസം അറിയണമെങ്കിൽ തെളിഞ്ഞ മാനത്തേക്കൊന്ന് നോക്കിയാൽ മതി. ചിലരൊക്കെ പറയാറുണ്ട്, ജീവിക്കുന്നത് മക്കളെ ഓർത്ത് മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോവില്ല എന്ന്. അതായത് ദാമ്പത്യത്തിലെ പ്രണയത്തിൻ്റെ മുഴുവൻ വിശുദ്ധിയും അല്ലെങ്കിൽ ഭംഗിയും നഷ്ടപ്പെട്ടിട്ട് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകൾ. ദാമ്പത്യത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടത് വിശുദ്ധമായ സ്നേഹമാണ്, തീവ്രമായ പ്രണയമാണ്. വേറെ ചിലർ പറയും, തീവ്രമായ പ്രണയം എന്താണ്, അല്ലെങ്കിൽ ഉപാധികളില്ലാത്ത സ്നേഹം എന്താണ് എന്നൊക്കെ എനിക്കറിയാം, ആ പ്രണയത്തിൻ്റെ ഭാഷയും എനിക്കറിയാം. പക്ഷെ അറിഞ്ഞതുകൊണ്ടായില്ല, ആ ഭാഷയിൽ ജീവിക്കാൻ അറിയണം, അല്ലെങ്കിൽ ആ ഭാഷ പ്രകടിപ്പിക്കാൻ അറിയണം. ചെറിയ ചെറിയ സമ്മാനങ്ങൾ കൈമാറി, പരസ്പരം അംഗീകരിച്ച്, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിച്ച്, അതുമല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നിടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞ് ഈ തീവ്രത നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ മാത്രമല്ലേ നമ്മുടെ കുടുംബ ജീവിതം വിശുദ്ധമായി അല്ലെങ്കിൽ ഒരു മനോഹരമായ രീതിയിൽ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അത് ചെയ്യുക തന്നെ വേണം. ഇന്നിപ്പോൾ നാം പൊതുവെ കാണാറുണ്ട്, ദമ്പതികൾ സ്നേഹം ആരംഭിക്കുന്നത് വലിയ ആരവത്തോടു കൂടിയാണ്. വിവാഹത്തിന് മുൻപേ തന്നെ വലിയ ആരവത്തോടു കൂടിയുള്ള സ്നേഹബന്ധങ്ങളാണ്. പിന്നെ പ്രീ വെഡിങ് ഷൂട്ടിങ്ങിലും പോസ്റ്റ് വെഡിങ് ഷൂട്ടിലുമൊക്കെ നമ്മൾ കാണുന്നത് വികാരതരളിതമായ അല്ലെങ്കിൽ സ്നേഹം തുളുമ്പുന്ന സീനുകളാണ്, അല്ലെങ്കിൽ ഫോട്ടോ സെഷൻസ് ആണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് തന്നെ കെട്ട് അടങ്ങുന്ന ഒരു രീതിയും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് അങ്ങനെ ആവാൻ പാടില്ല. നീണ്ടു നിൽക്കുന്ന സ്നേഹം, അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ഉപാധികളില്ലാത്ത അല്ലെങ്കിൽ പരിധികളില്ലാത്ത സ്നേഹത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഒരിക്കലും തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കാനാവരുത് നമ്മുടെ ശ്രമം. ഉപാധികളില്ലാതെ തീവ്രമായി സ്നേഹിക്കുന്നവരുടെ ഇടയിൽ കലഹങ്ങൾ ഉണ്ടായേക്കാം, പക്ഷേ ആ കലഹങ്ങൾ നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നേഹം അങ്ങനെ ആവട്ടെ. ഉപാധികളില്ലാതെ തീവ്രമായി പ്രണയിക്കുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് അങ്ങേയറ്റ ആത്മവിശ്വാസമുണ്ടാകും, അവർക്ക് മാനസികമായി നല്ല ആരോഗ്യമുണ്ടാകും, തങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് ശുഭപ്രതീക്ഷയും ഉണ്ടാകും. എങ്കിൽ പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ടാകണം, നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നന്നായി ജീവിക്കാൻ സാധിക്കണം. മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ കടമകൾ ഏറ്റവും ഭംഗിയായി പ്രകടിപ്പിക്കാനും നല്ല മാതൃകകളായി കുഞ്ഞുങ്ങളുടെ മുൻപിൽ ജീവിക്കാനും സാധിക്കണം എന്ന ഒരു പ്രതിജ്ഞ ഓരോ മാതാപിതാക്കളുടെയും ഉള്ളിലുണ്ടാവണം. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിൻ്റെ പൂക്കൾ വിരിയണമെങ്കിൽ നമ്മുടെയൊക്കെ ഹൃദയ നിലങ്ങൾ അതിനുവേണ്ടി ഒരുക്കണം. അവിടെ നല്ല വിത്തുകൾ പാകണം. കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് അതിന് വെള്ളമൊഴിക്കണം, വളമിടണം. അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള കുടുംബങ്ങൾ പർദീസ പോലെ സുന്ദരമാകും. അവിടെ നല്ല സ്നേഹത്തിൻ്റെ പൂക്കൾ വളരും. നല്ല മാതൃകകൾ കണ്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരട്ടെ. ബന്ധങ്ങളുടെ വില അറിയാവുന്നവരായി നമുക്കും ജീവിക്കാം. അങ്ങനെയുള്ള മാതൃക നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നൽകാം. പുതിയൊരു കഥയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ഒരിക്കലൊരു രാജാവിന് ഒരു സ്വപ്നമുണ്ടായി. തൻ്റെ വായിലെ ഒരു പല്ലൊഴിച്ച് മറ്റു പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയതായിരുന്നു ആ സ്വപ്നം. സ്വപ്നത്തിൻ്റെ അർത്ഥം എന്ത് എന്നറിയാതെ രാജാവ് വല്ലാതെ ഭാരപ്പെട്ടു. തൻ്റെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതരോടും പ്രമുഖരോടുമെല്ലാം ഈ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അദ്ദേഹം ആരാഞ്ഞു. ഓരോരുത്തരോടും ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി ഒന്നു തന്നെയായിരുന്നു. രാജാവിൻ്റെ ബന്ധുമിത്രാദികളെല്ലാം രാജാവിനെ വിട്ടുപോകുന്നു എന്നായിരുന്നു അവരെല്ലാം കൊടുത്ത മറുപടി. ഇത് കേട്ട രാജാവ് അവരോരോരുത്തരോടും കോപിഷ്ഠനായി. അവരെയൊക്കെ തൻ്റെ സദസ്സിൽ നിന്ന് പുറത്താക്കി. ഒടുവിൽ രാജാവ് തൻ്റെ മന്ത്രിയോട് ഇക്കാര്യം പങ്കുവച്ചു.
മന്ത്രിയോട് തൻ്റെ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ആവശ്യപ്പെട്ടു. ബുദ്ധിമാനായ മന്ത്രി രാജാവിന് അതിൻ്റെ വ്യാഖ്യാനം കൊടുത്തത് ഇങ്ങനെയാണ്: പ്രഭു, അങ്ങയുടെ അവസ്ഥ അങ്ങയുടെ ബന്ധുമിത്രാദികളെക്കാൾ ഒക്കെ വളരെ ഉയർന്നതാകാൻ പോകുന്നു. അവർക്ക് ഒരിക്കലും തുല്യരാകാൻ കഴിയാത്ത രീതിയിൽ കൂടുതൽ ഫുൾഫില്ലിംഗ് ആയ ഒരു അവസ്ഥയിലേക്ക് അങ്ങയുടെ ജീവിതം മാറാൻ പോകുന്നു. ഇത് കേട്ട രാജാവ് ഏറെ സന്തുഷ്ടനാവുകയും മന്ത്രിയെ ഒരുപാട് സമ്മാനങ്ങൾ നൽകി ആദരിക്കുകയും ചെയ്തു എന്നാണ് കഥ. ചില കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ പറയുന്നതിൻ്റെ അർത്ഥം ഒന്ന് തന്നെ ആയാലും പറയുന്നതിൻ്റെ രീതികൾ പലതാകാം. ഒരേ കാര്യം തന്നെ മറ്റുള്ളവരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലും അതേസമയം അവർക്ക് ബുദ്ധിമുട്ട് തോന്നാത്ത രീതിയിലും നമുക്ക് പങ്കുവയ്ക്കാം. ഇതിൽ പണ്ഡിതർ പറഞ്ഞ കാര്യവും മന്ത്രി പറഞ്ഞ കാര്യവും ഒന്ന് തന്നെയായിരുന്നു. അതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയായിരുന്നു. പക്ഷേ രണ്ടുപേരും അവതരിപ്പിച്ച രീതികൾ വ്യത്യസ്തമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിഭാഗം പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ശരിയായി നമ്മൾ സംസാരിക്കാത്തത് കൊണ്ടാണ്. നമ്മളിൽ ചിലരെങ്കിലും ഇങ്ങനെ പറയാറുണ്ടാകും, അല്ലെങ്കിൽ മറ്റു പലരും ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും: ഞാൻ ആരുടെയും മുഖത്ത് നോക്കി കാര്യങ്ങൾ വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ്, മറയില്ലാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഓപ്പണായി മറ്റുള്ളവരോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് തീർച്ചയായും നല്ല ഒരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷേ നമ്മളത് എങ്ങനെ പറയുന്നു, ഏത് രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അവരുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്താതെ തന്നെ നമുക്ക് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനായി കഴിയും. അതിനുള്ള കഴിവാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ജീവിത ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുക, സ്വർഗത്തിലേക്കുള്ള കോണിപ്പടിയായി അവയെ മാറ്റുക. വിശുദ്ധ ചാൾസ് ബൊറോമിയോയുടെ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോസാപ്പൂവേ റോസാപ്പൂവേ സ്വർഗീയ റോസാപ്പൂവേ, ലബനോനിൽ വിരിയും ലില്ലിപ്പൂവേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ, ഗാഗുൽത്തായുടെ നൊമ്പരമേ. റോസാപ്പൂവേ റോസാപ്പൂ